ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സേതുരേൻ്റെ ഷൂട്ടിങ്ങിന് വാഗമണിലാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 മണിയായപ്പോൾ എണിച്ചതാണ് വെളുപ്പിന്. ഇപ്പോൾ ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി അവിടേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ 8:30 ആയപ്പോഴേക്കും നമ്മൾ വാഗമണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായി. അപ്പോൾ നമ്മൾ അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഷൂട്ടിന് വേണ്ടി ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് നല്ല പണി കിട്ടി. കാരണം അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നതിന് 2000 സംതിങ് റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര വെയിലൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഷൂട്ടിങ് നിർത്തി. ഇപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടൻ ഡയറക്റ്റായിട്ട് വാഗമണിലേക്ക് വരായിരുന്നു. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫോട്ടോ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 സ്ഥലത്ത് പോയി. പക്ഷേ വെയിലായിരുന്ന സ്ഥലത്ത് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫോട്ടോ എടുത്ത് എത്തി. അവരിപ്പോൾ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിതിൽ കൂടെ പോയി എവിടെ ചെന്ന് എത്തും? എവിടെ എത്തും എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. പക്ഷെ നല്ല രസമുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി താഴ്ത്തിട്ട് ഗൈസ് എവിടെയെങ്കിലും ചെന്നെത്തും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ല. അവനാണെങ്കിൽ അവിടെ ഫോട്ടോഷൂട്ടിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ അവിടെ ഒന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോസും നല്ല എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കുറച്ച് ഫോട്ടോസും നല്ലൊക്കെ എടുത്തു. എങ്കിലും ഇങ്ങനെ താഴത്തേക്ക് ഒരു വ്യൂ കണ്ടപ്പോൾ ഇറങ്ങി വന്നതാണ്. കണ്ടോ, നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഇങ്ങനൊരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്ന് നോക്കിയതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അടിപൊളി നല്ല വ്യൂ കിട്ടും. ആ മലയാണ് നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് കുറച്ച് പിക്ക് എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അവരവിടെ ഷൂട്ടിങ്ങിലാണ്. കുറച്ച് ഫോട്ടോസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ഇതിപ്പോൾ ബ്ലാക്കിലെടുക്കുന്ന ഫസ്റ്റ് കോസ്റ്റ്യൂമാണ്. അതിനകത്തിപ്പോൾ 2 പിക്കൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അവരവിടെ എടുത്തിട്ടിരുന്നു. പിന്നെ രണ്ടാമതൊരു വൈറ്റ് കളർ കോസ്റ്റ്യൂമാണ്. അതിനിപ്പോൾ മിക്കവാറും എവിടെ പോയാൽ നമുക്കൊരു ഊഹമില്ല. വെയിലില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിർത്തും. ആദ്യം പോയോടത്ത് നമ്മൾ കയറിയതായിരുന്നു. പക്ഷെ അവിടെ ക്യാമറ അലൗഡ് ചെയ്യണതിന് 2000 പിന്നെ അല്ലാണ്ട് സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ഭയങ്കര വെയിലായിട്ട് ഫോട്ടോയും കണ്ടൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സെറ്റ് നോക്കി അങ്ങോട്ട് തപ്പി കുറേ അങ്ങോട്ട് നടന്ന് ലാസ്റ്റ് നമ്മളിവിടെ ഒന്ന് എത്തിയിട്ടുണ്ട്.
നമ്മളങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഉച്ചയ്ക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഷൂട്ടിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിലാണ് വന്നേക്കുന്നത് ലൊക്കേഷനിൽ. അപ്പോൾ ഒരു കാടിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു കൊട്ടാരമാണ്. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ടീമിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ നമുക്ക് വഴി അവരെ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കാടിന് നടുക്ക ലൊക്കേഷൻ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മാങ്കുഞ്ഞ് അതിൽ കൂടെ പോകണു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല 2 ഷൂട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ് കേട്ടോ. നമ്മൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 4:30 3:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ വാഗമണിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ മധുരവെപ്പിൻ്റെ സ്റ്റേജിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സേതുരേൻ്റെ പിക്ക് കുറച്ച് അവസാനം കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ.